കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക. ന്യൂനപക്ഷങ്ങൾ പരമ്പരാഗതമായി LDFിന് നൽകിയിരുന്ന വോട്ട് കൃത്യമായി മാറ്റി ചിന്തിച്ചുകൊണ്ട് അത് UDFിന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നതായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി UDFിനെതിരെ സർക്കാരിനെതിരെ മുഖ്യ പ്രതിപക്ഷമായ LDF അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേർക്കുനേർ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചുകൊണ്ടും സർക്കാരിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് കൃത്യമായി അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കേണ്ട സ്ഥലത്ത് നിലപാടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വർഗീയതയുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമം അത് RSSന്റെ അജണ്ടയാണ്. ആ RSSന്റെ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് നിലവിൽ UDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിനടക്കം നിറഞ്ഞെത്തുന്നത്. അതായത് ഒരു ശൈലി മാറ്റത്തിലേക്ക് കൃത്യമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ ഇടപെടൽ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ LDF തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തന്നെ നോക്കിക്കാണണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദനുമൊക്കെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ. അതായത് സുപ്രീം കോടതിയിൽ LDF സർക്കാർ ഇതിനെതിരെ ഹർജി നൽകിയിരുന്നു. വഖഫ് നിയമ ഭേദഗതിയിൽ മുസ്ലിങ്ങളെ ബോർഡിൽ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം. അന്ന് ഒപ്പം നിന്നവരാണ് UDF അല്ലെങ്കിൽ നിലവിൽ UDF സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അന്നത്തെ ലീഗ് നേതാക്കൾ അടക്കം അന്ന് LDFിനൊപ്പം നിന്നതാണ്. ഈ നിലപാടിൽ LDF എടുക്കുന്ന സമീപനം അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തെ പിന്തുണച്ചവരാണ് അവർ. പക്ഷേ UDF അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ അവിടെ മലക്കമറിച്ചിട്ടുണ്ടായിരിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണമാണ് വഖഫ് വിഷയത്തിൽ LDF മുമ്പോട്ട് വെക്കുന്നത്. വരും ദിവസങ്ങളിലും അത് വലിയ ശക്തമായ തരത്തിൽ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ആ ഒരു രീതി കണ്ടു തുടങ്ങിയതാണ്. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി എന്നത് ഭൂരിപക്ഷ വോട്ടുകളെയും അകറ്റി നിർത്തുക എന്നത് സാധ്യമല്ല. എപ്പോഴും അവരുടെ വോട്ട് ബാങ്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഭൂരിപക്ഷ വോട്ടുകൾ. അതിൽ തന്നെ ഈഴവ സമുദായമൊക്കെ ഭൂരിഭാഗവും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിസന്ധിയെയും അല്ലെങ്കിൽ ജാതിമത സമവാക്യങ്ങളെയും ഒക്കെ മാറ്റിയെടുക്കേണ്ടത് ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു അനിവാര്യതയായി അവർക്ക് മാറുന്നു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക, അതാണോ ലക്ഷ്യം വെക്കുന്നത്? 2029 സംസ്ഥാനത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് LDFിനെ സംബന്ധിച്ചും അതോടൊപ്പം UDFിനെ സംബന്ധിച്ചുമൊക്കെ ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയേണ്ടി വരും. കാരണം നിലവിൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷം ഭരണത്തിലില്ല. അങ്ങനെ വരുമ്പോൾ ലോക്സഭയിൽ പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക എന്നത് LDFിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് കൂടി അനിവാര്യമായ ഒന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഏത് ഭാഗങ്ങളിലാണോ തിരിച്ചടി നേരിട്ടത്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണയായി പരമ്പരാഗത വോട്ട് ബാങ്കായി മാറാറുള്ള ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടായതിന് പുറമെയാണ് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കം കഴിഞ്ഞ 2 തുടർ ഭരണത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. മധ്യ കേരളത്തിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ LDFിന് കഴിഞ്ഞതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തിയതിന്റെ രാഷ്ട്രീയ നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ അനുഭവിച്ചതായിരുന്നു. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അമ്പാടെ മാറിമറിഞ്ഞു. കേരള കോൺഗ്രസ് അപ്രസക്തമായി പോകുന്ന ഒരു രാഷ്ട്രീയം, കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ എത്ര കണ്ട് ഒരു സ്വാധീനം അർഹിക്കുന്നു അല്ലെങ്കിൽ എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടി എന്ന് വേണം വഖഫ് വിഷയത്തിൽ ഇപ്പോൾ LDF ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, പ്രതികരണങ്ങളെയൊക്കെ നോക്കിക്കാണാൻ. അങ്ങനെയെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നൊരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടി LDFിന്റെ ഈ നയം മാറ്റത്തിന് പിന്നിൽ, നയം മാറ്റം എന്ന് പറയുമ്പോൾ കൃത്യമായി പരസ്യമായി ഈ കടുത്ത പ്രതികരണങ്ങൾക്ക് പിന്നിലുണ്ട്. കാരണം നമുക്കറിയാം സർക്കാർ അധികാരമേറ്റത് മുതൽ ഏത് ശൈലിയാണ് LDF സ്വീകരിച്ചിരുന്നത് എന്ന്. ആ തണുപ്പൻ മട്ടൊക്കെ മാറി രൂക്ഷമായ ഭാഷയിലേക്ക്, സഭയ്ക്കകത്ത് അവരുടെ അംഗബലം കുറവാണ്,
പക്ഷേ അതിനപ്പുറത്തേക്ക് സഭയ്ക്ക് പുറത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് തുടർച്ചയായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ വഖഫ് വിഷയത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രചാരണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളും അങ്ങനെ തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് മറുപടിയായിരിക്കും നൽകുക എന്നതാണ് ഇനി അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും, അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ആക്രമണ ശൈലിയിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്ന തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഷയങ്ങളിൽ അടക്കം ന്യൂനപക്ഷത്തിന്റെ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം നീക്കങ്ങളിലേക്ക് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPIM കടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.